കടയടാ നല്ല കളക്ഷനാ. Petro Fashion, highly inflammable fashion. പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. കുരുമുളക് നദിയന്ത്രം, ജാതിക്ക ഡ്രയർ, ഏണി തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾ പൈസസ് ബോർഡിന്റെ 50% സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുന്നു. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തും. ഉടൻ വിളിക്കുക 9495127730 04868260120. അവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കേരളത്തിന് പ്രഹരവുമായി വീണ്ടും തമിഴ്നാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി. സുപ്രീംകോടതിയിൽ കേരളം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും തമിഴ്നാട് രംഗത്തെത്തിയിരിക്കുന്നത്. പുല്ലുമേട് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണക്കാർ വനപാലകരും പോലീസ് ഉദ്യോഗസ്ഥരുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ സ്വാമി ദേവചൈതന്യ. അയ്യപ്പ ഭക്തർക്ക് ശൌചാലയങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ പോലും അഴിമതി നടക്കുകയാണെന്നും സ്വാമി ദേവചൈതന്യ. 2011 ജനുവരി 14 102 അയ്യപ്പ ഭക്തന്മാരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത്. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസ് കുത്തിത്തുറന്ന് തണ്ടപ്പേർ രജിസ്റ്റർ മോഷ്ടിച്ചു. 2 വർഷം മുൻപ് സമാന സാഹചര്യത്തിൽ മോഷണം പോയ വിവരങ്ങൾ പുനഃസ്ഥാപിച്ച രജിസ്റ്ററാണ് വീണ്ടും മോഷണം പോയിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി പാതി വഴിയിൽ. വാളറ വെള്ളച്ചാട്ടം ഇല്ലാതാകുമെന്ന ചില പരിസ്ഥിതിവാദികളുടെ വാദങ്ങളാണ് 2 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിച്ച പദ്ധതി നീണ്ടുപോകുവാൻ കാരണം.
സെയിം നമ്പർ നിരോധനം ഭാഗ്യക്കുറി വകുപ്പ് പിൻവലിച്ചതോടെ ഒരേ നമ്പറിലുള്ള ടിക്കറ്റ് വിൽപ്പന സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. കാരണമില്ലാതെ നിരോധനം പിൻവലിച്ചതോടെ വൻകിട ഏജൻസികൾ കൊള്ള ലാഭം കൊയ്യുകയാണ്. കട്ടപ്പന നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവിക്ക് നൈവേദ്യം അർപ്പിക്കുവാനെത്തിയത്. ശക്തി സ്വരൂപിണിയായി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് പൊങ്കാല. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന് പ്രഹരവുമായി വീണ്ടും തമിഴ്നാട് രംഗത്തെത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി കഴിഞ്ഞു. സുപ്രീംകോടതിയിൽ കേരളം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും തമിഴ്നാട് രംഗത്തെത്തിയിട്ടുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച വിഷയത്തിൽ കേരളത്തിന് തുടരെ പ്രഹരങ്ങൾ നൽകിക്കൊണ്ടാണ് തമിഴ്നാട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് തമിഴ്നാട് നിയമസഭ ഏറ്റവും ഒടുവിൽ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ബേബി ഡാം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം ജലനിരപ്പ് നിലവിലുള്ള 142 അടിയിൽ നിന്നും 152 അടിയാക്കി ഉയർത്താമെന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ട്. ഇത് നിറവേറ്റുവാൻ കേരളം തയ്യാറാവണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് നിർദ്ദേശം നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ജലനിരപ്പ് ഉയർത്തുന്നതിനെതിരെ കേരളം മുൻപോട്ട് വയ്ക്കുന്ന തടസ്സവാദങ്ങൾ പ്രമേയം നിഷ്കരണം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാടിന് അനുകൂലമായി സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ കേരളം നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നിയമസഭാ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. തമിഴ്നാട് അവതരിപ്പിച്ച പ്രമേയത്തിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുവാൻ അനുവദിക്കണം. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനും തുടർന്നുള്ള നടപടികൾക്കും കേരളത്തിന്റെ പിന്തുണ വേണം. തമിഴ്നാട് മുഖ്യമന്ത്രി പനീർശെൽവം അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ജലനിരപ്പ് 142 അടിയാക്കിയത് തമിഴ്നാട്ടിലെ ജനങ്ങളെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രയത്നിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയോട് പ്രമേയം നന്ദി പറയുന്നുണ്ട്. DMK അംഗം ദുരൈമുരുകൻ പ്രമേയത്തിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചത് സഭ തള്ളിക്കളഞ്ഞു. ദുരൈമുരുകന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് DMK അംഗങ്ങൾ വാക്കൌട്ടും നടത്തി. ജയലളിതയുടെ പരിശ്രമമാണ് ജലനിരപ്പ് 142 അടിയായി ഉയർത്തുവാനുള്ള അനുമതിക്ക് വഴിയൊരുക്കിയതെന്ന് പനീർശെൽവം പറഞ്ഞു. അധികാരത്തിലിരിക്കുമ്പോൾ DMK ഇക്കാര്യത്തിൽ ഉദാസീനതയാണ് കാണിച്ചതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പനീർശെൽവം കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്ന സുപ്രീംകോടതി ഉത്തരവിനെതിരെ കേരളം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ ഈ പ്രമേയം അംഗീകരിക്കപ്പെടുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഈ വിവാദ വിഷയത്തിൽ പ്രതികരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം മുല്ലപ്പെരിയാർ സമരസമിതിയുടെ വൈസ് ചെയർമാൻ CJ ജോൺസൺ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. ജോൺസൺ, താങ്കൾക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ സുപ്രീംകോടതി അനുവദിച്ച 142 അടിയിൽ നിന്നും 152 അടിയിലേക്ക് ഉയർത്തണമെന്നാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. കേരളം സമർപ്പിച്ച റിവ്യൂ ഹർജി സുപ്രീംകോടതി തള്ളുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തുടരെ പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ പ്രശ്നത്തെ താങ്കൾ? മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീംകോടതി വിധി കേരളത്തിന് എതിരായിരുന്നു. അതിനുശേഷം ജലനിരപ്പ് 142 അടിയാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അതും പ്രകാരം അവർ നടപ്പിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കേരളത്തിലെ ജനങ്ങളെ പ്രകോപനപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിലെ ഭരണാധികാരികളെയും കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ ജനപ്രതിനിധികളെയും എല്ലാം പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ 152 അടിയാക്കാം എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിനോട് എന്തുമാകാമെന്നുള്ളൊരു ധാരണ തമിഴ്നാടിന് അവരുടെ മനസ്സിൽ കടന്നു. ജോൺസൺ, ഈ വിഷയത്തിൽ പരമോന്നത നീതിപീഠവും നിയമവും എല്ലാം തന്നെ ഏകദേശം കേരളത്തിന്റെ വാദഗതികൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു സുപ്രീം പവർ കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഹാരമുണ്ടാവുകയുള്ളൂ. ഈ അണക്കെട്ടിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ 119 വർഷം പിന്നിടുന്ന അണക്കെട്ടിന് ബലക്ഷയമില്ല എന്ന് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞരും വിലയിരുത്തില്ല. അതിനിടയിലാണ് ഇത്തരം വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത്. കേരളത്തിനെതിരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഇടപെടൽ. 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണവുമായി പുതിയ ഡാം പുതിയ കരാർ എന്ന മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സമരസമിതി. ഈ സമരത്തിന് യാതൊരു നീതിയും ലഭിക്കുന്നില്ല.
ഇനി എന്താണ് ഒരു പരിഹാരം? ഈ ഡാം 120 വർഷം മുമ്പ് ഇത് പണിതത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ്. അന്ന് 60 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇതിന് പറഞ്ഞിരുന്നത്. 60 വർഷം പോയിട്ട് ഇപ്പോൾ 120 വർഷം ആയിരിക്കുകയാണ്. സുർക്കി മിശ്രിതമൊക്കെ ഒഴുകിപ്പോയി കല്ലേട്ടായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ പുറത്തുകൂടെയുള്ള ഒരു ബലപ്പെടുത്തൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ ജലം കിടക്കുന്ന ആ സൈഡിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് നേവിയുടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അതിൻ്റെ അടിവശം പരിശോധിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേനും അതിന് സമ്മതിക്കാതെ തമിഴ്നാടിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ നേവിയിലെ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുപോയത് അതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഡാം ബലക്ഷയമാണെന്നുള്ള കാര്യം സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. റൂർക്കി IIT അതുപോലെ ഡൽഹി IIT തുടങ്ങിയ പഠന കേന്ദ്രങ്ങൾ എല്ലാം ഈ ഡാം അപകടാവസ്ഥയിലാണെന്നുള്ള കാര്യം അവരുടെ പഠന വിധേയമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വേണ്ടത്ര തെളിവുകൾ നമുക്ക് സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എതിരായിട്ടുള്ള ഒരു വിധി വന്നു. പക്ഷേ വീണ്ടും നമുക്ക് കേരളത്തിന് ഇനി ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട ഈ ഇരു സംസ്ഥാനങ്ങളെയും കൂടെ വിളിച്ചിരുത്തി സംസാരിച്ച് ഇതിനൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നിൽ കാണുന്ന ഇനി ഏക ഒരു പോംവഴി. 2006 ഡിസംബർ 25-ന് ഇതേ വിഷയത്തിൽ തന്നെ സമരം ആരംഭിച്ചതാണ് മുല്ലപ്പെരിയാർ സമരസമിതി. വളരെ ജനലക്ഷങ്ങൾ ചപ്പാത്തിലേക്ക് ഒഴുകിയെത്തിയ ചില ദൃശ്യങ്ങളും നമുക്ക് മുൻപിലുണ്ട്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സമരത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരും. എന്താണ് സമരസമിതിക്ക് ഇനിയിപ്പോൾ വാർഷികാഘോഷം എത്തുന്നു? 2006 ഡിസംബർ 25-നാണ്. ഇപ്പോൾ ഡിസംബർ 25 ആകാൻ കേവലം വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. സമരസമിതിയുടെ ഏതെങ്കിലും പുതിയ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്? സമരപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടർന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2900 ദിവസത്തോളമായി നമ്മൾ ഈ റിലേ നിരാഹാര സമരം തുടർന്ന് വരികയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ ആയിരിക്കും സമരം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. സമരം മുൻപോട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെ തുടരാൻ തന്നെയാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. 2020 ഈ വരുന്ന 8 വർഷം പൂർത്തിയാകുന്ന ഡിസംബർ 25-ാം തീയതിയുള്ള സമരപരിപാടികളെ സംബന്ധിച്ച് ആലോചിച്ച് വരുന്ന ആഴ്ച കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നന്ദി ശ്രീ CJ ജോൺസൺ സ്റ്റുഡിയോയിലെത്തി പ്രതികരിച്ചതിന്. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ വൈസ് ചെയർമാൻ CJ ജോൺസൺ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ നിന്നും ചേർന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെ പുതിയ ഡാം പുതിയ കരാർ എന്ന ലക്ഷ്യം നേടും വരെ തീരദേശവാസികൾക്ക് വേണ്ടി 40 ലക്ഷത്തോളം വരുന്ന തീരവാസികൾക്ക് വേണ്ടി സമരരംഗത്തുണ്ടാകുമെന്ന ഉറപ്പാണ് CJ ജോൺസൺ സമരസമിതിക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസ് കുത്തിത്തുറന്ന് തണ്ടപ്പേർ രജിസ്റ്റർ മോഷ്ടിച്ചു. 2 വർഷം മുൻപ് സമാന സാഹചര്യത്തിൽ മോഷണം പോയ വിവരങ്ങൾ പുനഃസ്ഥാപിച്ച രജിസ്റ്ററാണ് വീണ്ടും മോഷണം പോയിട്ടുള്ളത്. ചതുരംഗപ്പാറ, വട്ടപ്പാറ, ആടുകിടന്താൻ എന്നീ സ്ഥലങ്ങളിലെ 48 പേരുടെ ഭൂമി സംബന്ധമായ രജിസ്റ്ററാണ് നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് വില്ലേജ് അധികൃതർ പറഞ്ഞു. മുൻവശത്തെ വാതിലിന്റെ പൂട്ട് കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കയറിയത്. 2012-ൽ ഇതേ ഓഫീസിന്റെ വാതിലുകൾ കുത്തിത്തുറന്ന് 21 തണ്ടപ്പേർ രജിസ്റ്ററുകളും മറ്റ് രേഖകളും മോഷ്ടിക്കുകയും ചിലത് കത്തിച്ചു കളയുകയും ചെയ്തിരുന്നു. 3500 പേരുടെ ഭൂസംബന്ധമായ രേഖകളാണ് ഇതുമൂലം നഷ്ടമായത്. ഇതിൽ 1200 എണ്ണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പുനർസൃഷ്ടിക്കപ്പെട്ട തണ്ടപ്പേർ രജിസ്റ്റർ തന്നെ വീണ്ടും മോഷണം പോയത് ദുരൂഹത സൃഷ്ടിക്കുകയാണ്. ചൊവ്വാഴ്ച ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ശാന്തൻപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയുള്ള ഗൂഢപ്രവർത്തനം നടക്കുന്നതായാണ് കരുതുന്നത്. സെയിം നമ്പർ നിരോധനം ഭാഗ്യക്കുറി വകുപ്പ് പിൻവലിച്ചതോടെ ഒരേ നമ്പറിലുള്ള ടിക്കറ്റ് വിൽപ്പന സംസ്ഥാനത്ത് വ്യാപകമായി. കാരണമില്ലാതെ നിരോധനം പിൻവലിച്ചതോടെ വൻകിട ഏജൻസികൾ കൊള്ള ലാഭമാണ് ഇതുവഴി കൊയ്യുന്നത്. സംസ്ഥാനത്ത് ഒരേ നമ്പറിലുള്ള വ്യത്യസ്ത സീരീസിലുള്ള ടിക്കറ്റുകൾ ഒന്നിച്ചാക്കി ലോട്ടറി ഓഫീസുകളിലൂടെ തന്നെ വിറ്റഴിക്കുന്നു. ഭാഗ്യക്കുറി ഓഫീസുകളിൽ നിന്ന് ഒരേ നമ്പർ ലോട്ടറികൾ ഒരുമിച്ചാക്കി ഏജന്റുമാർക്ക് നൽകുന്നത് 8 മാസം മുമ്പ് നിരോധിച്ചിരുന്നു. പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഈ നിരോധനം പിൻവലിച്ച ഭാഗ്യക്കുറി വകുപ്പ് വീണ്ടും ഉത്തരവിറക്കിയതോടെ ഇത്തരത്തിലുള്ള വിൽപ്പന സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുകയാണ്. ഭാഗ്യക്കുറി വകുപ്പും ഏജന്റുമാർക്കിടയിലും സെയിം നമ്പർ എന്നാണ് ഈ വിൽപ്പന അറിയപ്പെടുന്നത്. ഇതിന് സഹായകരമായ രീതിയിൽ വ്യത്യസ്ത സീരീസുകളിലെ ഒരേ നമ്പർ ടിക്കറ്റുകൾ ഒറ്റ ബണ്ടിലാക്കിയാണ് ഏജന്റുമാർക്ക് ലോട്ടറി ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുന്നത്. നിലവിൽ 7 സീരീസുകളിലായി 56 ലക്ഷം വീതമാണ് ഓരോ ലോട്ടറിയും അച്ചടിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 7 നമ്പരും ഒരുമിച്ചാക്കി ഏജന്റുമാർക്ക് നൽകുന്നു.
ഏത് ടിക്കറ്റ് ആണെങ്കിലും പ്രിന്റ് ചെയ്യുമ്പോൾ 1,00,000 തുടങ്ങി പ്രിന്റ് ചെയ്ത് വരുമ്പോൾ 7 സീരിയൽ ടിക്കറ്റ് ആണെങ്കിൽ 7 നമ്പർ ഒരേ നമ്പറിൽ പ്രിന്റ് ചെയ്ത് പോകേണ്ടി വരും. 5 സീരിയൽ ടിക്കറ്റ് ആണ് 5 സീരിയൽ ഒരേ നമ്പറിൽ പ്രിന്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അത് കച്ചവടക്കാരെടുത്തുനിന്ന് പറഞ്ഞിട്ട് 5 ബുക്കും ഒന്നിച്ചാക്കിയിട്ട് അവർ അതിന്റെ 5 നമ്പർ ഒന്നിച്ചെടുത്ത് കൊടുക്കും. എടുപ്പുകാർക്ക് കൊടുക്കും, അല്ല ഉപഭോക്താക്കൾക്ക് കൊടുക്കും. ഈ ഉപഭോക്താക്കൾ അതിൽ നിന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ നമ്പർ വന്നിട്ട് സീരിയൽ മാറി പോകാതിരിക്കുക. ഇപ്പോൾ ഒരു ഫസ്റ്റ് പ്രൈസ് വന്നാൽ തന്നെ അവർക്ക് നമ്പർ വന്നു, സീരിയൽ മാറിപ്പോയെന്നൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അവരെടുക്കുമ്പോൾ 5 സീരിയൽ ടിക്കറ്റ് ഒന്നിച്ചവരെടുക്കും. ഒന്നാം സമ്മാനം അടിക്കുന്ന ആൾക്ക് തന്നെ സമാശ്വാസ സമ്മാനങ്ങളും അടിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. അടുത്തിടെ കാരുണ്യ ലോട്ടറിയുടെ 1 കോടി രൂപ ഒന്നാം സമ്മാനം അടിച്ച ആൾക്ക് തന്നെ മറ്റ് 6 സീരീസിലുള്ളവരുടെയും സമാശ്വാസ സമ്മാനമായ 10,000 രൂപ കിട്ടിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ഒരേ നമ്പർ ലോട്ടറിയും അവസാന 4 അക്ക നമ്പറുകളും സെറ്റാക്കി വിൽപ്പന നടത്തരുതെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഉത്തരവിട്ടത്. ലോട്ടറിയുടെ അമിത താൽപര്യം ജനങ്ങളിൽ ഉളവാക്കുന്നതിനാലാണ് ഇത്തരം വിൽപ്പനയെന്ന് അന്നത്തെ ഉത്തരവിൽ പറയുന്നു. 2011 പേപ്പർ ലോട്ടറീസ് ചട്ടപ്രകാരമാണ് ഇത്തരത്തിലുള്ള വിൽപ്പന നിരോധിച്ചത്. ഇത്തരം വിൽപ്പന നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് ഭാഗ്യക്കുറി വകുപ്പ് പത്രപരസ്യം നൽകിയിരുന്നു. ഈ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടിറക്കിയ ഉത്തരവിൽ പറയുന്നത് കേന്ദ്ര ലോട്ടറി നിയമത്തിൽ ഭാഗ്യക്കുറിയോടുള്ള ആസക്തി കുറയ്ക്കാൻ ടിക്കറ്റ് ഇലകർത്തി വിൽക്കുന്നത് ഒരു വ്യവസായമായില്ലെന്നാണ്. സെറ്റാക്കിയുള്ള വിൽപ്പന നിരോധിക്കുമ്പോൾ ഉന്നയിച്ച ചട്ടങ്ങളൊന്നും നിരോധനം പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിലില്ല. ഷിനു ജോൺ, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. അധ്യയന വർഷം അവസാനിക്കുവാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വേണ്ടത്ര അധ്യാപകരില്ലാതെ ഒരുപറ്റം വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 32 വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അധികൃതരുടെ പിടിപ്പുകേട് മൂലം അവതാളത്തിലായിരിക്കുന്നത്. അധ്യയന വർഷത്തിന്റെ 3/4 പങ്കും പിന്നിട്ട് കഴിയുമ്പോഴും പഠിപ്പിക്കുവാനായി അധ്യാപകരില്ലാത്തത് മൂലം പഠനം അവതാളത്തിലായിരിക്കുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾക്ക്. പെരിഞ്ചാൻകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. RMSA പദ്ധതിയിൽപ്പെടുത്തി 2013 പെരിഞ്ചാൻകുട്ടി ഗവൺമെന്റ് UP സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തിയത്. ഇതോടെ ആദ്യ വർഷം 8ാം ക്ലാസും 2ാം വർഷമായി ഇക്കൊല്ലം 9ാം ക്ലാസും ആരംഭിച്ചു. എന്നാൽ പിന്നീട് ഇവിടേക്ക് ആവശ്യമായ അധ്യാപകരെ നിയമിക്കാത്തതുമൂലം പഠനകാര്യങ്ങൾ അവതാളത്തിലായി കഴിഞ്ഞു. 8ാം ക്ലാസ്സിൽ 11ഉം 9ാം ക്ലാസ്സിൽ 21 വിദ്യാർത്ഥികളാണ് പഠിക്കാനെത്തുന്നത്. ചെമ്പകപ്പാറ ടൌണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എത്തുന്ന വിദ്യാർത്ഥിനികൾ പൂർണ്ണമായും തികച്ചും സാധാരണക്കാരും കൂലിവേലക്കാരുടെയും മക്കളാണ്. അവികസിതമായ തങ്ങളുടെ ഗ്രാമത്തിൽ ഹൈസ്കൂൾ അനുവദിച്ചതിൽ ഏറെ സന്തോഷിച്ച ഈ പ്രദേശത്തെ മാതാപിതാക്കൾ മറ്റ് സ്കൂളുകളിൽ പ്രവേശനം സ്വീകരിച്ച് പഠനം ആരംഭിച്ചിരുന്ന തങ്ങളുടെ കുട്ടികളെ തിരികെ പെരിഞ്ചാംകുട്ടിയിൽ കൊണ്ടുവന്ന് ചേർത്ത് സ്കൂളിനോടുള്ള കടമയും കടപ്പാടും നിലനിർത്തുകയായിരുന്നു. എന്നാൽ ഇതോടെ തങ്ങളുടെ കുട്ടികളുടെ ഭാവി തുലാസിലാകുകയാണെന്ന് ഈ പാവം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. അടുത്ത വർഷം SSLC പോലെയുള്ള പൊതുപരീക്ഷകൾ എഴുതേണ്ട 32 കുട്ടികൾ ഒരു ദിവസം പോലും ക്ലാസ്സിൽ പഠനം നടത്താൻ കഴിയാതെ സ്കൂളങ്കണത്തിൽ കളിയും ചിരിയുമായി ദിവസങ്ങൾ തള്ളിവിടുകയാണ്. താൽക്കാലിക ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് സ്കൂളുകളിൽ നിന്നും ഇവിടേക്ക് ചില അധ്യാപകരെ നിയമിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ചിലർ ഓഫീസിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്തു പോവുകയായിരുന്നു. പ്രധാന അധ്യാപകന്റെ ചുമതല ആർക്കും നൽകിയിട്ടില്ലാത്തതുമൂലം മറ്റിടങ്ങളിലേക്കും TC വാങ്ങിപ്പോകാൻ കഴിയാതെ കുട്ടികൾ ധർമ്മസങ്കടത്തിലാണ്. അധ്യാപകരെ നിയമിക്കുകയോ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാത്തതുമൂലം തങ്ങളുടെ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന് മുൻ PTA പ്രസിഡന്റ് ഷാജി മറ്റത്തിൽ പറയുന്നു. പെരിഞ്ചാംകുട്ടിയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ആരംഭിക്കുകയുണ്ടായി. എന്നാൽ നാളിതുവരെ ഒരു അധ്യാപകനെ പോലും നിയമിക്കാതെ വിദ്യാഭ്യാസ അവകാശ ലംഘനത്തിന്റെ നഗ്നമായ ലംഘനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണക്കാരന്റെയും ഗിരിജനങ്ങളുടെയും കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ അധ്യാപകനില്ലാത്ത 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ, അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട കുട്ടികൾ ഒരു അധ്യാപകനെ പോലും നിയമിക്കാതെ ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസം അവകാശമായി പ്രഖ്യാപിച്ച അതേ സർക്കാർ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം തകിടം മറിച്ച സ്ഥിതിയാണ് പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. കട്ടപ്പന നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവിക്ക് നൈവേദ്യം അർപ്പിക്കാൻ എത്തിയിരുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് പൊങ്കാല അർപ്പിച്ചത്. തേടിയെത്തുന്നവർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്നു എന്നുള്ള വിശ്വാസമാണ് ഇത്രത്തോളം വിശ്വാസികളെ ഇവിടെ എത്തിച്ചത്. തേടിയെത്തുന്നവർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന ശക്തിസ്വരൂപിണിയും അഭീഷ്ടവരദാനിയുമാണ് പുതിയകാവിലമ്മ. പുതിയകാവ് ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് പൊങ്കാല. വർഷങ്ങളായി നടത്തിവരുന്ന പൊങ്കാല ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും 100 കണക്കിന് ആളുകളുടെ
വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പൊങ്കാലയിലും ഒരു 30% ആളുകൾ ഈ പൊങ്കാലയ്ക്ക് ഇപ്പം വർദ്ധിച്ചിരിക്കുക. കണ്ണകിയുടെ സന്നിധിയിൽ കണ്ണകിക്ക് നൽകുന്ന നിവേദ്യം എന്നതാണ് പൊങ്കാലയുടെ മാഹാത്മ്യം. മഹിഷാസുരനെ വധിച്ച് ദേവിക്ക് പൊങ്കാല അർപ്പിച്ചതിന്റെ സ്മരണ കൂടിയാണ് പൊങ്കാല. അഭീഷ്ടകാര്യസ്ഥിതിക്കും കുടുംബ ഐശ്വര്യത്തിനും മലയാളി മംഗമാരുടെ പൊങ്കാല കൊണ്ട് ധന്യമായ തിരുസന്നിധിയിൽ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസമേകുന്നു പുതിയകാവിലെ പൊങ്കാല എന്നാണ് വിശ്വാസം. തൃക്കാർത്തിക ദിനത്തിൽ സ്വാമി ഗരുഡധ്വജാനന്ദ പാർത്ഥിവൻ ശ്രീകോവിലിൽ നിന്നും പകർന്നു നൽകിയ ഭദ്രദീപം പൊങ്കാലയടുപ്പിലേക്ക് പകർന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയർപ്പിക്കുവാൻ നരിയൻപാറയിലെത്തിയത്. ഏറ്റവും പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ഹൈറേഞ്ചിൽ ഇങ്ങനെയൊരു പൊങ്കാല ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുപോലെയുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരിലത്ത് തിവിക്രമൻ നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവർ നേതൃത്വം നൽകി. ദേവിക്കുള്ള നൈവേദ്യമാണ് പൊങ്കാല. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവി എന്നുള്ള വിശ്വാസമാണ് ഭക്തജനങ്ങളെ നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടർ ഷിനു ജോണിനൊപ്പം എസ് സൂർലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. ശക്തിസ്വരൂപിണിയായ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് പൊങ്കാല. മഹിഷാസുരനെ വധിച്ച ദേവിക്ക് പൊങ്കാല അർപ്പിച്ചതിന്റെ സ്മരണയാണ് പൊങ്കാലയുടെ ഒരൈതിഹ്യം. അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ആദ്യകാലത്ത് നടന്നിരുന്ന നിവേദ്യ അനുഷ്ഠാനമാണ് പൊങ്കാല. അരി, കലം, വിറക്, വെള്ളം എന്നിവയെല്ലാം ക്ഷേത്രത്തിലെത്തിച്ച് നിവേദ്യം നടത്തുവാൻ ആളുകളുടെ എണ്ണം അമിതമായി വർദ്ധിച്ചപ്പോൾ അത്രയുമധികം നേദ്യം തിടപ്പള്ളിയിൽ തയ്യാറാക്കുക അപ്രായോഗികമായി. എണ്ണം കൂടിവരുന്ന ആൾക്കാരോട് നിവേദ്യം സ്വയം പാകപ്പെടുത്തി മനസ്സുകൊണ്ട് നേരിട്ട് നിവേദിക്കുക എന്ന കൽപ്പനയുണ്ടായപ്പോൾ നിവേദ്യം സ്വയം തയ്യാറാക്കാനും അത് മനസ്സുകൊണ്ട് നിവേദിക്കാനും ഭക്തജനങ്ങൾ തയ്യാറായി. പൊങ്കാലയ്ക്ക് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്. താഴ്ന്ന സമുദായക്കാർക്ക് ക്ഷേത്രദർശനം അനുവദിക്കാത്ത കാലത്ത് വഴിപാട് കഴിക്കാൻ സാധിക്കാതെ പോയ ഒരു സാധു സ്ത്രീ മനം നൊന്ത് അമ്മയെ വിളിച്ചു കരയാൻ തുടങ്ങി. അവരുടെ പരാതിയായിരുന്നു, മേൽജാതിക്കാരുടെ നൈദ്യവും അവിടേക്ക് ഇഷ്ടമാണ്, എന്റെ നേദ്യം മാത്രം അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സങ്കടം തീർക്കാൻ ദേവി മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആ ഭക്തയോട് സ്വയം പാകപ്പെടുത്തിയ നിവേദ്യം തന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അരുളി ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ ദേവിക്ക് ഏറെ ഇഷ്ടം അകത്തെ നിവേദ്യത്തെക്കാൾ ഭക്തജനങ്ങൾ നേരിട്ട് സമർപ്പിക്കുന്ന നിവേദ്യമാണ് എന്നാണ് സങ്കല്പം. സൂർലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന മോഷണങ്ങളിൽ പീരുമേട് താലൂക്ക് പൌരസമിതി അംഗത്തിന് പങ്കുള്ളതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സമിതി എല്ലാ പിന്തുണയും പോലീസിന് നൽകുമെന്നും ഇവർ പറഞ്ഞു. ഈ പൗരസമിതിയുടെ സതുദ്ദേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കരിതേച്ച് കാണിക്കുന്നതിനും ഈ പൗരസമിതിയുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി ചില തൽപര കക്ഷികൾ അതിന്റെ ഒരു ഞങ്ങളുടെ ആ സുതാര്യമായ പ്രവർത്തനത്തെ വളച്ചൊടിച്ച് കാണിക്കാൻ ശ്രമിക്കുകയും അതിന്റെ ഫലമായിട്ട് ഒരു ചില മാധ്യമങ്ങൾ അത്തരത്തിലൊരു വാർത്ത വരികയുണ്ടായി. അത് ഞങ്ങൾ വളരെയധികം ഖേദമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രവർത്തകർ, ആക്റ്റീവ് പ്രവർത്തകർ, ഒരു 5-8 പേര് ഡെയിലി ഒരു 10-11 ആകാതെ വീടുകളിൽ കയറാനില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അത്ര സജീവമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നപ്പോൾ ആരായിരുന്നാലും ശരി അത്തരത്തിലൊരു പ്രകോപനപരമായ പ്രവർത്തനം ഉണ്ടായതും ഞങ്ങളുടെ ചെവിയിൽ കേട്ടു. ദുരിതപർവം താണ്ടി ജീവിത വിജയം നേടിയ ഒരമ്മയും മകളും. നൃത്തത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ബദ്ധശ്രദ്ധരായ കുമളി അമൃത നൃത്തകലാഭവനിലെ നൃത്താധ്യാപിക ശാന്താമേനോനും മകൾ ശാന്തികൃഷ്ണയുമാണ് വേറിട്ട വഴികളിലൂടെ സമൂഹത്തിന് മാതൃകയാകുന്നത്. വാർത്തയിലേക്ക്. കനൽ വഴികൾ താണ്ടി ജീവിതം വെട്ടിപ്പിടിച്ചവർ. ഒറ്റവാക്കിൽ ഈ അമ്മയെയും മകളെയും കുറിച്ച് അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. കുമളി അമൃത നൃത്തകലാഭവൻ അധ്യാപിക ശാന്താമേനോനും മകൾ ശാന്തികൃഷ്ണയും സഞ്ചരിക്കുന്നത് വേറിട്ട വഴിയിലൂടെയാണ്. 5000-ഓളം പ്രതിഭകളെ വേദിയിലെത്തിച്ച ഒരു നൃത്തകേന്ദ്രം. സ്വദേശത്തും വിദേശത്തുമായി 1000-ഓളം സ്റ്റേജ് ഷോകൾ. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച 2000-ഓളം പ്രതിഭകൾ. വിവിധങ്ങളായ 200-ഓളം പുരസ്കാരങ്ങൾ. എങ്കിലും ഭാവരാഗ താള ലയ വിസ്മയങ്ങളുടെ ലഹരിയിൽ മതിവരാതെ നീന്തി തുടിക്കുകയാണ് ഈ അമ്മയും മകളും. ആയിരത്തി 1986 അമൃത നൃത്തകലാഭവൻ സ്ഥാപിക്കുമ്പോൾ ശാന്താമേനോന് ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: കഴിവും സർഗശേഷിയുമുള്ള കുട്ടികളെ പ്രതിഫലം നോക്കാതെ നൃത്തം അഭ്യസിപ്പിക്കുക. താൻ പിന്നിട്ട ദുരിത വഴികൾ ശാന്താമേനോന് സമ്മാനിച്ച പാഠം കൂടിയായിരുന്നു അത്.
ഇപ്പം ഈ സ്കൂൾ തുടങ്ങിയിട്ട് 28 വർഷമായി. അത് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡാൻസ് തുടങ്ങിയത്. ആദ്യം ഡാൻസ് സ്കൂളല്ലായിരുന്നു, ഒരു ബാലെ ട്രൂപ്പായിരുന്നു. അപ്പം അന്നന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് ഒത്തിരി ഡെയിലി പണിക്ക് പോയിട്ട് ആ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളൊരു ബാലെ ട്രൂപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 15 വർഷം ബാലെ ട്രൂപ്പായിരുന്നു. അത് കഴിഞ്ഞ് മോള് ക്ലാസിക്കൽ രീതിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസിക്കൽ ടച്ചായിട്ട് സ്കൂൾ തുടങ്ങിയത്. അപ്പോൾ അന്ന് ഇവിടുന്ന് ഡാൻസ് സാർമാർ പഠിക്കാനില്ലായിരുന്നു, ഒത്തിരി അകലെ എറണാകുളത്തൊക്കെ പോയി അന്ന് 1 ഏക്കർ സ്ഥലം വരെ വിറ്റിട്ടാണ് മോളെ ഡാൻസിലോട്ട് കൊണ്ടുവന്നത്. അന്നപ്പം ഇടുക്കി ജില്ലയിലെ മൃദംഗ ഓട്ടംതുള്ളലൊക്കെ സ്റ്റേറ്റിൽ ആദ്യമായിട്ട് പോകുന്നത് തന്നെ മോളാണ്. ഓച്ചിറ ശിവൻ, കലാമണ്ഡലം, വാചസ്പതി കൃഷ്ണകുമാർ എന്നീ ഗുരുക്കന്മാരിൽ നിന്നും ചുവടുകളും അടവുകളും സ്വായത്തമാക്കി ആരംഭിച്ച ശാന്താമേനോൻ മകളെ കൈപിടിച്ചുയർത്തിയതും മുദ്രകളുടെ ലോകത്തേക്ക് തന്നെ. പക്ഷേ അത് കേരളത്തിന്റെ തനത് കലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. വടക്കേ ഇന്ത്യയുടെ മനോഹാരിതയായ കഥക്, ഒറീസ ക്ലാസിക്കായ ഒഡീസി തുടങ്ങിയ നൃത്ത ഇനങ്ങളിൽ ഇന്ത്യയിലെ തന്നെ മികച്ച നർത്തകിയായി ശാന്തികൃഷ്ണ പേരെടുത്തു കഴിഞ്ഞു. ഇതിനിടയിൽ മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദവും ശാന്തി സ്വന്തമാക്കി. ഞാൻ വളർന്നു വന്നൊരു സാഹചര്യമാണ് എനിക്ക് കൂടുതലായിട്ട് ഇതിന് പ്രചോദനമായിട്ടുള്ളത്. കാരണം എൻ്റെ ചെറുപ്പകാലത്തിലൊന്നും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കലാരംഗം, പ്രത്യേകിച്ച് നൃത്തരംഗമൊന്നും തീരെ വളർച്ചയില്ലാതിരുന്ന സമയത്താണ് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വളർന്നു വന്നത്. അപ്പം എന്നെ അമ്മയും അച്ഛനും എല്ലാം കൂടി പഠിപ്പിക്കാൻ വിട്ടു തന്നെ എറണാകുളത്ത് സഹദേവ് എന്ന് പറയുന്ന സാറിൻ്റെ അടുത്താണ്. അപ്പം അന്നത്തെ സാമ്പത്തിക പരാധീനത മൂലം എനിക്ക് എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയായാലും. അപ്പോൾ അന്ന് മുതലേ നമുക്ക് ചെറിയൊരു ഡാൻസ് സ്കൂൾ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളർത്തി വലുതാക്കിക്കൊണ്ട് വരണം, എനിക്ക് അക്കാദമിക് ലെവലിൽ പഠിക്കണം എന്നൊരു വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തു മോഹിനിയാട്ടത്തിൽ. അവിടെ തന്നെ PGയും ചെയ്തു. അപ്പോൾ ഇനി MPhil ചെയ്യണം. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് കഥക്കും ഒഡീസിയും പഠിക്കാനായിട്ട് പോയത്. ഇനി MPhilലാണ് ശാന്തിയുടെ ലക്ഷ്യം. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം, തിരുവാതിര, ഓട്ടംതുള്ളൽ തുടങ്ങിയ ഇനങ്ങളും അമൃതയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നൃത്തത്തിൽ മാത്രമല്ല അഭിനയത്തിലും വളരെയധികം പ്രചോദനം തരുന്നുണ്ട്. അതുപോലെ ടീച്ചേഴ്സിന് കുറേ അധികം ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കാരണം അവരൊരിടത്തും പോയിരിക്കുന്നതാണ് മുഖ്യമായിട്ട്. പിന്നെ ഞങ്ങൾ CBSE കലോത്സവത്തിലും സ്കൂൾ കലോത്സവത്തിലും വളരെയധികം പ്രയോജനം നൽകുന്നുണ്ട്. ഞാനിപ്പം അമൃത നൃത്ത കലാഭവനിൽ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷമായി. അപ്പം ഞാൻ വന്ന വർഷം തൊട്ട് എല്ലാ വർഷവും ഞാൻ കലോത്സവത്തിന് പങ്കെടുക്കുന്നു. പിന്നെ ഈ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം. ഇതിനു പുറമെ രക്തദാനം, ശുചീകരണ പ്രവർത്തനം, രോഗികൾക്ക് ഭക്ഷണം, പച്ചക്കറിത്തോട്ട നിർമ്മാണം തുടങ്ങിയ സാമൂഹിക പ്രതിബദ്ധതയാർന്ന വിഷയങ്ങളിലും ഈ അധ്യാപികമാരും ശിഷ്യഗണങ്ങളും വ്യാപൃതരാണ്. കുമളി 1-ാം മൈലിൽ ഈ കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വെയിറ്റിംഗ് ഷെഡ് ഇതിന് മികച്ച ഉദാഹരണമായി തന്നെ ചൂണ്ടിക്കാട്ടാം. പൂന നൃത്ത അക്കാദമിയുടെ ആകാശ് രംഗഭൂമി, ആർട്ട് ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ കലാദർപ്പണം, നാട്യപുരസ്കാരം, കഥക് പുരസ്കാരം, ശ്രീ പെരുമ്പത്തൂർ VPM അവാർഡ്, മധുര മീനാക്ഷി പുരസ്കാരം, യൂത്ത് ഐക്കൺ തുടങ്ങി പുരസ്കാര പെരുമയും നീളുകയാണ്. കല ആകാരമാക്കിയവരാരോ അവർ കലാകാരികൾ എന്ന ആപ്തവാക്യം തികച്ചും അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതവീഥിയിൽ വിജയങ്ങൾ മാത്രം വെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഈ അമ്മയും മകളും. നെൽസൺ മണ്ടേല വിടവാങ്ങിയിട്ട് 1 വർഷം. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവായിരുന്നു മണ്ടേല. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മണ്ടേലയ്ക്ക് ലഭിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവാണ് നെൽസൺ മണ്ടേല. വർണ്ണവംശ വ്യത്യാസമില്ലാതെ ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങളെയും ഉൾപ്പെടുത്തി നടത്തിയ ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ടേല 1994 മുതൽ 1999 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിരുന്നു. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഫെഡറിക് ഡിക്ലർക്കിനൊപ്പം പങ്കിട്ടു. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി 1990 ഭാരത സർക്കാർ മണ്ടേലയെ ആദരിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന ഭാരതീയനല്ലാത്ത 2ാമത്തെ വ്യക്തിയും നോബൽ സമ്മാനം ലഭിക്കുന്നതിന് മുമ്പ് ഭാരതരത്നം ലഭിച്ച ഏക വിദേശീയനുമായിരുന്നു അദ്ദേഹം. ലോങ് ബാക്ക് ടു ഫ്രീഡമാണ് ആത്മകഥ.
തെമ്പു എന്ന ഗോത്രത്തിലെ ഒരു രാജകുടുംബത്തിലാണ് മണ്ടേല ജനിച്ചത്. ഫോർട്ട് ഹെയർ സർവകലാശാലയിലും വിറ്റ് വാട്ടർസാൻഡ് സർവകലാശാലയിലുമായി നിയമപഠനം പൂർത്തിയാക്കി. ജോഹന്നാസ്ബർഗിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൽ തൽപരനായിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലൂടെയായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിന്റെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു മണ്ടേല. 1948 കടുത്ത വർണ്ണവിവേചനത്തിന്റെ കാലഘട്ടത്തിൽ മണ്ടേല പാർട്ടിയിലെ പ്രമുഖ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. തുടക്കത്തിൽ മണ്ടേല ആക്രമത്തിന്റെ പാതയിലൂടെയുള്ള ഒരു സമരമാർഗമാണ് സ്വീകരിച്ചത്. രാജ്യദ്രോഹം പോലെയുള്ള കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ നിരവധി തവണ ജയിലിലടച്ചിട്ടുണ്ട്. വിധ്വംസന പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുണ്ടായി. 27 വർഷത്തോളമാണ് മണ്ടേല ജയിൽവാസം അനുഭവിച്ചത്. മണ്ടേലയുടെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും അവരുടെ സായുധ വിഭാഗമായ ഉങ്കോണ്ടോ വിസിസ്വോയുടെയും നേതാവായിരുന്ന മണ്ടേലയെ വർണ്ണവിവേചനത്തെ എതിർത്തവർ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രതീകമായി കരുതുമ്പോൾ വർണ്ണവിവേചനത്തെ അനുകൂലിച്ചവർ അദ്ദേഹത്തെയും ANC-യെയും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളായാണ് കരുതിയത്. 2008 ജൂലൈ വരെ അമേരിക്കൻ ഗവൺമെന്റ് മണ്ടേലയെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി നടന്ന അക്രമ പ്രവർത്തനങ്ങളുടെയും അട്ടിമറികളുടെയും പേരിൽ മണ്ടേലയ്ക്ക് 27 വർഷം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടതായി വന്നു. മണ്ടേലയുടെ വംശക്കാർ പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാന സൂചകമായി സംബോധന ചെയ്യുന്ന മാബിഡ എന്ന പേർ കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കക്കാർ മണ്ടേലയെ അഭിസംബോധന ചെയ്തിരുന്നത്. ലോക ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി മണ്ടേല നടത്തിയ പ്രയത്നങ്ങളെ ആദരിക്കാനായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ 18 നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുമെന്ന് 2009 നവംബറിൽ UN പൊതുസഭ പ്രഖ്യാപിച്ചിരുന്നു. 2013 ഡിസംബർ 5 ജോഹന്നാസ്ബർഗിലെ സ്വവസതിയിൽ വെച്ചാണ് മണ്ടേല അന്തരിച്ചത്. എസ് സൂര്യലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം 4 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി പാതി വഴിയിൽ. വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattapana. Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ചു പറയുന്ന ഇടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ എനിക്കുള്ള കിടുക്ക് ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലി. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിങ് ജ്വല്ലറി.
ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി പാതി വഴിയിൽ. വാളറ വെള്ളച്ചാട്ടം ഇല്ലാതാകുമെന്ന ചില പരിസ്ഥിതിവാദികളുടെ വാദങ്ങളാണ് 2 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി നീണ്ടുപോകുവാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 4 വർഷം മുൻപാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ 70 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാകും. എന്നാൽ നിലവിൽ പദ്ധതിയുടെ ടണൽ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം എതിർപ്പുകൾ ഉയർന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 95% സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. പദ്ധതി ആരംഭിക്കുന്നതോടെ ഏറെ വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്ന വാളറ വെള്ളച്ചാട്ടം ഇല്ലാതാകുമെന്നും ചില പരിസ്ഥിതി പ്രവർത്തകരും വാദിച്ചിരുന്നു. ഇത്തരം വാദപ്രതിവാദങ്ങളാണ് 2 ഘട്ടങ്ങളിലായി തീർക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി നീണ്ടുപോകാൻ കാരണമായത്. തൊട്ടിയാറിൽ ചെക്ക് ഡാം നിർമ്മിച്ച് അവിടെ നിന്നും പെൻസ്റ്റോക്ക് വഴി വെള്ളം കൊണ്ടുപോയി ഡാമിന് സമീപത്ത് തന്നെ സ്ഥാപിക്കുന്ന പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതി. ഇതിനാൽ തന്നെ വാളറ വെള്ളച്ചാട്ടം അതിന്റെ തനത് രീതിയിൽ നിലനിൽക്കും. നിലവിൽ പണികൾ ആരംഭിച്ച് 4 വർഷം പിന്നിട്ടെങ്കിലും 10% ജോലികൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കരാറുകാരനെ കൊണ്ട് ജോലികൾ ചെയ്യിക്കുന്നതിൽ ബോർഡ് കാണിക്കുന്ന അനാസ്ഥയാണ് പദ്ധതി നീളാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ഇനി ഫോക്കസ് ഇടുക്കി. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ സഹോദരിമാർ സ്കൂളിന് അഭിമാനമായി. വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിലെ കാർത്തിക എൻ കുറുപ്പും കീർത്തന എൻ കുറുപ്പുമാണ് ഈ പ്രതിഭകൾ. ഇരുമ്പ് ചട്ടുകം അടുപ്പിൽ വെച്ച് പഠിപ്പിച്ച് എന്റെ തുടയിൽ മാറ്റുമ്പോഴും അമ്മ എന്ന് വിളിക്കാനല്ലേ ഞങ്ങൾക്കറിയൂ. എന്തിനു വേദനും അമ്മയുടെ തൊഴിൽത്തുമ്പിൽ തൊങ്ങുന്ന ഞങ്ങൾക്ക് ആ കച്ചത്തുരുമ്പിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ എവിടെ അഭയം തേടും? വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാർത്തിക. കഴിഞ്ഞ 3 വർഷക്കാലമായി ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ മോണോവാക്റ്റിൽ കാർത്തികയ്ക്കാണ് വിജയം. കഴിഞ്ഞ സംസ്ഥാന മത്സരത്തിലും മോണോവാക്റ്റിൽ കാർത്തികയ്ക്കായിരുന്നു 1ാം സ്ഥാനം. അനുജത്തി കീർത്തനയും ചേച്ചിയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയാണ്. മോണോവാക്റ്റ്, കഥാകഥനം എന്നിവയിലാണ് ജില്ലാ മത്സരത്തിൽ ഈ കൊച്ചുമിടുക്കി വിജയം കൈപ്പിടിയിലൊതുക്കിയത്. ബാലപീഡനത്തെ ആസ്പദമാക്കി മാതാപിതാക്കളുടെ ക്രൂരതകളിൽ ജീവനും ജീവിതവും നഷ്ടമാകുന്ന കുട്ടികളുടെ ദയനീയ ചിത്രമാണ് കാർത്തിക രംഗത്തെത്തിച്ചത്. ബാലപീഡനങ്ങൾ അരങ്ങു തകർക്കുന്ന നാട്ടിൽ കുരുന്നുകളിലുണ്ടാകുന്ന മാനസിക വൈകല്യമായിരുന്നു ഇളയവൾ കീർത്തനയുടെ പ്രമേയം. ഇരുവരെയും അഭ്യസിപ്പിക്കുന്നത് കട്ടപ്പനയിലെ ആക്ടിന്റെ സ്ഥാപകൻ GK പന്നാങ്കുഴിയാണ്. കാർത്തികയുടെയും കീർത്തനയുടെയും കുഞ്ഞു സഹോദരനും കലാരംഗത്തേക്ക് കാലെടുത്തു വെച്ചു കഴിഞ്ഞു. മിമിക്രിയാണ് അനുജൻ കാശിയുടെ തട്ടകം. പ്രൊഫഷണൽ നാടകവേദിയിലെ സജീവ സാന്നിധ്യമായ നാരായണക്കുറുപ്പിന്റെയും ജയയുടെയും കുട്ടികളാണ് ഈ പ്രതിഭകൾ. മണ്ഡലകാല വാർത്തകളുമായി ശരണവഴിയിൽ. പുല്ലുമേട് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണക്കാർ വനപാലകരും പോലീസ് ഉദ്യോഗസ്ഥരുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ സ്വാമി ദേവചൈതന്യ. അയ്യപ്പ ഭക്തർക്ക് ശൌചാലയങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ പോലും അഴിമതി നടക്കുകയാണെന്നും സ്വാമി ദേവചൈതന്യ കുറ്റപ്പെടുത്തി. 2011 ജനുവരി 14-ാം തീയതിയാണ് 102 അയ്യപ്പ ഭക്തരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത്. പുല്ലുമേട് ദുരന്തത്തെ തുടർന്ന് അടച്ചിട്ട കാനനപാതയായ ശബരിമല വള്ളക്കടവ് റോഡ് അയ്യപ്പ ഭക്തർക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നടന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി ദേവചൈതന്യ. പുല്ലുമേട് ദുരന്തം നടക്കുമ്പോൾ 250 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്ഥലത്ത് കേവലം 6 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തേക്കടി ബോട്ട് ദുരന്തമുണ്ടായി മാസങ്ങൾക്കകം
തടാകത്തിൽ ബോട്ട് സർവീസ് ആരംഭിച്ച സർക്കാർ പുല്ലുമേട് ദുരന്തം നടന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ പാതയിലൂടെ അയ്യപ്പ ഭക്തർക്ക് സഞ്ചാരം നിഷേധിക്കുകയാണ്. അയ്യപ്പ ഭക്തരെ വലയ്ക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമാണുള്ളതെന്നും ദേവചൈതന്യ പറഞ്ഞു. പരമ്പരാഗതമായ പാതയായിട്ടുള്ള ഈ റോഡിലൂടെ അയ്യപ്പ ഭക്തരെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചു വരുന്ന അയ്യപ്പന്മാരെ തെരഞ്ഞു പിടിച്ച് ചെക്ക് പോസ്റ്റിംഗിൽ വള്ളക്കടവിൽ തടഞ്ഞു നിർത്തി ഇറക്കി വിടുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഇക്കാലത്തിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തന്നെ വള്ളക്കടവിൽ തടയുന്നു എന്ന് മാത്രമല്ല, അതിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത് മറ്റ് സ്വകാര്യ വാഹനങ്ങൾ, വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ, KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, പത്തനംതിട്ടയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഇവയെല്ലാം കടത്തിവിടും. ശരിക്കും പറഞ്ഞാൽ ശബരിമല തീർത്ഥാടനവുമായി ഒരു അവലോകന യോഗം പോലും ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്തിട്ടില്ല. ശബരിമല തീർത്ഥാടനത്തോട് കടുത്ത അവഗണനയും വിവേചനവും കാട്ടുകയാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന അയ്യപ്പന്മാർക്ക് ശരണം വിളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ പുല്ലുമേട്ടിൽ 2011 ജനുവരി 14 രാത്രി 8 മണിയോടെയാണ് പുല്ലുമേട് ദുരന്തം ഉണ്ടായത്. മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങിവന്ന 102 അയ്യപ്പ ഭക്തരാണ് ദുരന്തത്തിൽ മരണമടഞ്ഞത്. പുല്ലുമേട് ദുരന്തം നടന്നതിനെ തുടർന്നാണ് പ്രധാന കാനനപാതയായ കോഴിക്കാനം പുല്ലുമേട് പാത അടച്ചിട്ടത്. ശബരിമല പരമ്പരാഗത തീർത്ഥാടന പാതയായ കോഴിക്കാനം റോഡ് തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുക, പുല്ലുമേട് ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുക, അയ്യപ്പ ഭക്തരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം. പരമ്പരാഗത പാതയായി ഇതുവഴി നിരവധി വിനോദസഞ്ചാരികളും തോട്ടം തൊഴിലാളികളും നിരവധിയായ സ്വകാര്യ വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട്. എങ്കിലും അയ്യപ്പ ഭക്തർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ കുമളി മുതൽ സത്രം വരെ ഒരുക്കിയിട്ടുമില്ല. ഇതിനെ തുടർന്നാണ് സമരവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി KP സജീവൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് PS അനൂപ്, BMS മേഖലാ സെക്രട്ടറി ഭുവനചന്ദ്രൻ, അയ്യപ്പ സേവാ സംഘം യൂണിയൻ സെക്രട്ടറി വിജയബാബു, വള്ളക്കടവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് മണിമോഹൻ തുടങ്ങി വിവിധ സംഘടനാ നേതാക്കളും ഉപവാസ സമരത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. മദ്യപാനികൾക്ക് വഴികാട്ടിയായി ഒരു കുപ്പി ആപ്പ്. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കുപ്പി ആപ്പ് എന്ന പേരിൽ പുറത്തിറക്കിയ ഈ ആപ്ലിക്കേഷൻ 1 വർഷം പിന്നിട്ടപ്പോൾ യുവജനങ്ങളുടെ ഹരമായിരിക്കുകയാണ്. മലയാളികളായ മദ്യപാനികളെ മാത്രം ലക്ഷ്യമിട്ടാണ് കുപ്പി എന്ന പേരിൽ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ 2013 പുറത്തിറക്കിയത്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ കൈവശമുള്ളവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും കുപ്പി ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. കേരളത്തിലെ വിദേശ മദ്യ വിൽപ്പനശാലകളുടെ എണ്ണം, അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഷോപ്പിലേക്കുള്ള റോഡിന്റെ വഴി, മാപ്പ് എന്നിവയെല്ലാം ആപ്ലിക്കേഷനിലുണ്ട്. ബ്രാൻഡി, വിസ്കി, ജിൻ, വോൾക്ക, റം തുടങ്ങിയവയുടെ വില അടക്കമുള്ള വിവരങ്ങൾ കുപ്പി ആപ്പിലുണ്ട്. 2013 ഒക്ടോബർ 13 ലിയോ സോഫ്റ്റ്വെയർസ് കുപ്പി എന്ന ആപ്പിന് രൂപം നൽകിയത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചു വരുന്നത്. മദ്യം ലഭിക്കാത്ത ദിവസങ്ങൾ, മദ്യവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ, മദ്യത്തിന്റെ വിലവിവര പട്ടിക, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുടങ്ങി മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരവും കുപ്പി ആപ്പിൽ നിന്നും ലഭിക്കും. ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ മുന്നറിയിപ്പുകളും നൽകുന്നു. മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകാനും ആപ്ലിക്കേഷന്റെ ഉപഭോക്താക്കൾ മറന്നിട്ടില്ല. കുപ്പി ആപ്പ് കുടുംബം തകർക്കാനുള്ള റിമോട്ടാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ മറുവിഭാഗം ഇത് ഏറെ സഹായകരമാണെന്നും കയ്യിലുള്ള പണത്തിന് ഏത് മദ്യം കിട്ടുമെന്നും അറിയാൻ കഴിയുന്നത് ഏറെ സഹായകരമാണെന്നും കുടിയന്മാർ അവകാശപ്പെടുന്നു. കുടിയന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപയോഗപ്രദമുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഡ്രൈവ് ഡേയ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനത്തിന്റെ വില, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ലഭ്യമാണ്. പക്ഷെ ഒരു പരാതി ഉള്ളത് ഇത് ആൻഡ്രോയിഡിലും ഈ iOS-ലൊക്കെ ഈ സാധനം കിട്ടൂ എന്നുള്ളതാണ്. ഇത് സാധാരണക്കാരെ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുടിയന്മാരെ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് ശരിക്കും. ഇനി കേരളത്തിലെ ഏതു സ്ഥലത്തും കുടിയന്മാർക്ക് വഴികാട്ടിയായി കുപ്പി ആപ്പ് ഉണ്ടാകും. കുപ്പി ആപ്പ് ആരംഭിച്ച് 1 വർഷം പിന്നിട്ടിരിക്കുന്നതോടെ യുവതലമുറയുടെ ഇടയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ഫോണുള്ള ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും ഫോണുകളിൽ കാണും ഈ കുപ്പി ആപ്പ്. ഷിനു ജോൺ, ഇടുക്കി നെറ്റ് ന്യൂസ്. എക്സ് സർവീസ് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് വിമുക്ത ഭടനുവേണ്ടി ആവിഷ്കരിച്ച വൻ പെൻഷൻ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് വിമുക്ത ഭടന്മാരുടെ ജില്ലാതല കൂട്ടായ്മയായ എക്സ് സർവീസ് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്
കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വൺ റാങ്ക് വൺ പെൻഷൻ എന്ന പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റ് പടിക്കലേക്കും നടത്തിയ സമരത്തിന്റെ ഭാഗമായിയാണ് ഇടുക്കിയിലും സമരം സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് പടിക്കൽ നടന്ന സമരം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. എക്സ് സർവീസ് ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PM പൌലോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് വരുന്ന ഒരു ജവാൻ അദ്ദേഹത്തിന് കിട്ടുന്ന ആ പെൻഷൻ എത്രയാണോ അത് നമുക്കും കിട്ടണം. അതാണ് വൺ റാങ്ക് വൺ പെൻഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ വൺ റാങ്ക് വൺ പെൻഷൻ ആവശ്യപ്പെടുന്നത്? ഞാൻ പട്ടാളത്തിൽ ചേരുമ്പോൾ 78 രൂപയെ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അത് മതിയായിരുന്നു ജീവിക്കാൻ. ഒരു സാധാരണ ഭടന് ജീവിക്കാൻ അത് മതിയായിരുന്നു. അതിൽ നിന്നും ചെറിയ ചെറിയ ഉയർച്ച ഉണ്ടായി. നമുക്ക് ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ പട്ടാളത്തിന്റെ ആർമി, നേവി, എയർഫോഴ്സ് ഇവിടുത്തെ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സെക്രട്ടറി സുകുമാരൻ നായർ, വൈസ് പ്രസിഡന്റ് ML ജോസഫ്, സംഘടനയുടെ മറ്റു നേതാക്കളായ കൃഷ്ണപിള്ള, തോമസ് ചാലപ്പാട്ട്, സുഭാഷ് ചന്ദ്രൻ, VM പീതാംബരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി നെറ്റ് ചാനലും CNXN മീഡിയയും ചേർന്ന് അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ ആദ്യ ഓഡീഷൻ നാളെ നടക്കും. കട്ടപ്പന കൊച്ചുകുടി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഓഡീഷന്റെ ഉദ്ഘാടനം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി നിർവഹിക്കും. ഹൈറേഞ്ചിലെ കലാപ്രതിഭകൾക്ക് അവസരമൊരുക്കിയാണ് കേരള വിഷൻ ഇടുക്കി നെറ്റും CXN മീഡിയയും സംയുക്തമായി സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോ അണിയിച്ചൊരുക്കുന്നത്. 9 വയസ്സ് മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരുടെ നൃത്തത്തിലും സംഗീതത്തിലുമുള്ള കഴിവുകളാണ് മാറ്റുരയ്ക്കപ്പെടുന്നത്. റിയാലിറ്റി ഷോയുടെ ആദ്യ ഓഡിഷൻ 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കട്ടപ്പന കൊച്ചുകുടി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇടുക്കി നെറ്റിന്റെ 100ാം ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രേക്ഷകർക്കുള്ള ക്രിസ്മസ് സമ്മാനമാണ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയും അതോടൊപ്പം ഇടുക്കി നെറ്റ് വിഷൻ ന്യൂസും. ആദ്യ ഓഡീഷൻ ഉദ്ഘാടന കർമ്മം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി അധ്യക്ഷത വഹിക്കും. ഇടുക്കി നെറ്റ് മാനേജിംഗ് ഡയറക്ടർ ബേബി കുര്യൻ, CXN മാനേജിംഗ് ഡയറക്ടർമാരായ നിക്സൺ ജോർജ്, ഷാജി കോട്ടയങ്കട എന്നിവർ പങ്കെടുക്കും. ശ്വാസം നിലയ്ക്കുന്ന കായികാഭ്യാസ പ്രകടനങ്ങളോടെ ഹൈറേഞ്ചിൽ ഇനി സർക്കസ് ദിനരാത്രങ്ങൾ. ഡിസംബർ 5-ാം തീയതി മുതൽ ഇന്ത്യയിലെ ആദ്യമായി റഷ്യൻ കലാകാരന്മാരെയും എത്യോപ്യൻ കലാകാരന്മാരെയും അണിചേർത്തുകൊണ്ടുള്ള സർക്കസ് അഭ്യാസ പ്രകടനങ്ങളും ഗ്ലോബൽ സർക്കസ് കാഴ്ചവെക്കുന്നു. ഇനി ഹൈറേഞ്ചിന് സർക്കസ് ദിനരാത്രികൾ. ഇന്ത്യയിലാദ്യമായി റഷ്യൻ കലാകാരന്മാരെയും എത്യോപ്യൻ കലാകാരന്മാരെയും മണിപ്പൂരി കലാകാരന്മാരെയും സമൃദ്ധമായി അണിചേർത്തുകൊണ്ട് വ്യത്യസ്തതയാർന്ന സർക്കസ് പ്രകടനങ്ങൾ ഹൈറേഞ്ചിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഗ്ലോബൽ സർക്കസ്. പുതിയ കാലഘട്ടങ്ങളിൽ മൃഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് നേരിട്ട് വരുന്ന നിരോധനങ്ങൾ മുൻകൂട്ടി കണ്ട് തികച്ചും ജിംനാസ്റ്റിക്കിൽ അനുഷ്ഠിതമായ അഭ്യാസ പ്രകടനങ്ങളാണ് സർക്കസിൽ മുൻതൂക്കം നൽകി വരുന്നത്. ഫ്ലൈയിങ് ട്രിപ്സ്, ബ്ലോബ് റൈഡിംഗ്, റഷ്യൻ സാരി ആക്ട്, ഹുലാ ഹൂപ്പ്, റഷ്യൻ ഹാൻഡ്സ് ബാലൻസിംഗ്, ആഫ്രിക്കൻ ഫയർ ഡാൻസ് തുടങ്ങി വിവിധയിനം അഭ്യാസ പ്രകടനങ്ങളാണ് ഗ്ലോബൽ സർക്കസ് കാഴ്ചവെക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നും എത്യോപ്യയിൽ നിന്നും വന്നുള്ള കലാകാരന്മാരാണ് നമ്മളുടെ കൂടെയുള്ളത്. അവർ പ്രദർശിപ്പിക്കുന്ന അന്തർദേശീയ നിലവാരമുള്ള കലാകായിക പ്രകടനങ്ങൾ, അതോടുകൂടി തന്നെ ഇന്ത്യൻ സർക്കസിൽ ഉണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങളും ഇന്ത്യൻ സർക്കസിലെ ട്രഡീഷണൽ രീതിയിൽ ഉള്ള കുറെ കലകളും ഒക്കെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ദിവസേന 3 പ്രദർശനങ്ങളാണ്. 1 മണി, 4 മണി, 7 മണി എന്നിങ്ങനെ 50 രൂപ മുതൽ 150 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കുകൾ. കട്ടപ്പന ബൈപ്പാസ് റോഡിലുള്ള മൈതാനത്താണ് പ്രദർശനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. തൊടുപുഴ KSRTC ഡിപ്പോയിലെ ഡ്രൈവർമാരുടെ അഭാവം KSRTC ബസ് സർവീസുകൾക്ക് തിരിച്ചടിയാകുന്നു. 18ഓളം സർവീസുകളാണ് ദിവസേന മുടങ്ങുന്നത്. PSC തസ്തികയിലെ നിയമനം വൈകുന്നതാണ് ഡിപ്പോയിലെ സർവീസുകൾ മുടങ്ങുന്നതിന് പ്രധാന കാരണം. കണ്ടക്ടർമാരില്ലാതെ സർവീസുകൾ മുടങ്ങി യാത്രക്കാർ പെരുവിളിയിലാകുന്നത് തൊടുപുഴ KSRTC ഡിപ്പോയിലെ സ്ഥിരം കാഴ്ചയാണ്. ഇവിടെ ശരാശരി 13 മുതൽ 18 വരെ സർവീസുകളാണ് ദിവസേന മുടങ്ങുന്നത്. ഇതിൽ പല സർവീസുകളും കട്ടപ്പന, വൈക്കം, മൂലമറ്റം, പെരിങ്കുളം, ആനക്കയം തുടങ്ങിയ റൂട്ടിലേക്കുള്ളവയാണ്. തൊടുപുഴ ഡിപ്പോയിൽ നിന്നുമുള്ള 73 സർവീസുകളിൽ പല സർവീസുകളും മാറി മാറി മുടക്കിയാണ് അധികൃതർ പ്രശ്നത്തിൽ നിന്നും തടിയൂരിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരാശരി 56 സർവീസുകൾ മാത്രമാണ് ഓടുന്നത്. അതിനാൽ ഏതൊക്കെ സർവീസുകൾ എന്നൊക്കെ മുടങ്ങുമെന്നും പറയാനാവില്ല. തൊടുപുഴ ഡിപ്പോയിൽ 30 കണ്ടക്ടർമാർ കൂടിയുണ്ടെങ്കിൽ ഉള്ള സർവീസുകൾ കൃത്യമായി ഓടിക്കാനാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഏതാണ്ട് 50ഓളം കണ്ടക്ടർമാരുടെ കുറവാണ് ഉള്ളത്. അപ്പോൾ കണ്ടക്ടർമാരുടെ കുറവും ഉള്ള കണ്ടക്ടർമാരെ കൊണ്ടുപോകുന്നതും ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ മൂലവും അങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളാൽ ഇപ്പോൾ തൊടുപുഴ ഡിപ്പോ കേരളത്തിലെ ഒന്നാമത്തെ കളക്ഷന്റെ കാര്യത്തിൽ ഒന്നാമത്തെ ഡിപ്പോ എന്നുള്ള ഖ്യാതി പലതവണ കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊടുപുഴ ഡിപ്പോ ഇപ്പോൾ സംസ്ഥാന ശരാശരിയിൽ നിന്നും താഴേക്ക് പോകും. PSCയുടെ കണ്ടക്ടർ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നൽകിയാൽ തൊടുപുഴയിൽ നിന്നുമുള്ള മുഴുവൻ സർവീസുകളും ഓടിക്കാൻ സാധിക്കുമെന്നാണ് KSRTC ജീവനക്കാർ ഒന്നടക്കം പറയുന്നത്.
ജനങ്ങളുടെ സേവനത്തിനായി KSRTC പുറത്തിറക്കിയ ആനവണ്ടികൾ ഒന്നും തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നില്ല. ബെല്ലടിക്കുന്നതിനും ടിക്കറ്റ് നൽകുന്നതിനും കണ്ടക്ടർമാരില്ലാത്തത് ആനവണ്ടിയെ കട്ടപ്പുറത്തിരിക്കാൻ ഏറെ സഹായിക്കും. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 19,800 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 2,475 രൂപ. വെള്ളി ഗ്രാമിന് 39 രൂപയാണ് വില. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകളിലേക്ക്. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. ഏലം കൂടിയ വില 700 ആണ്. കുറഞ്ഞ വില 650 രേഖപ്പെടുത്തി. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ. കാപ്പി കിലോഗ്രാമിന് 135 രൂപ. റബ്ബർ 105 രൂപ. ഗ്രാമ്പു 1000 രൂപ. കൊക്കോയ്ക്ക് കിലോഗ്രാമിന് 56 രൂപയാണ് വില. ജാതി 300 രൂപ. ജാതിപത്രിക്ക് കൂടിയ വില 950 കുറഞ്ഞ വില 750 ഇന്ന് വിപണിയിൽ രേഖപ്പെടുത്തി. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിന് പ്രഹരവുമായി വീണ്ടും തമിഴ്നാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി. സുപ്രീംകോടതിയിൽ കേരളം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും തമിഴ്നാട് രംഗത്തെത്തിയിരിക്കുന്നത്. പുല്ലുമേട് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണക്കാർ വനപാലകരും പോലീസ് ഉദ്യോഗസ്ഥരുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ സ്വാമി ദേവചൈതന്യ. അയ്യപ്പ ഭക്തർക്ക് ശൌചാലയങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ പോലും അഴിമതി നടക്കുകയാണെന്നും സ്വാമി ദേവചൈതന്യ. 2011 ജനുവരി 14 102 അയ്യപ്പ ഭക്തന്മാരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത്. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസ് കുത്തിത്തുറന്ന് തണ്ടപ്പേർ രജിസ്റ്റർ മോഷ്ടിച്ചു. 2 വർഷം മുൻപ് സമാന സാഹചര്യത്തിൽ മോഷണം പോയ വിവരങ്ങൾ പുനഃസ്ഥാപിച്ച രജിസ്റ്ററാണ് വീണ്ടും മോഷണം പോയിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി പാതി വഴിയിൽ. വാളറ വെള്ളച്ചാട്ടം ഇല്ലാതാകുമെന്ന ചില പരിസ്ഥിതിവാദികളുടെ വാദങ്ങളാണ് 2 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിച്ച പദ്ധതി നീണ്ടുപോകുവാൻ കാരണം. സെയിം നമ്പർ നിരോധനം ഭാഗ്യക്കുറി വകുപ്പ് പിൻവലിച്ചതോടെ ഒരേ നമ്പറിലുള്ള ടിക്കറ്റ് വിൽപ്പന സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. കാരണമില്ലാതെ നിരോധനം പിൻവലിച്ചതോടെ വൻകിട ഏജൻസികൾ കൊള്ള ലാഭം കൊയ്യുകയാണ്. കട്ടപ്പന നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവിക്ക് നൈവേദ്യം അർപ്പിക്കുവാനെത്തിയത്. ശക്തി സ്വരൂപിണിയായ ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് പൊങ്കാല. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Strong furniture, Index furniture. Index furniture.